പോലീസാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കാണും. അത് വേറെന്തോ വാഹനമാണെന്ന് തോന്നുന്നേ. നീ പേടിക്കാതെ. ഇപ്പോ ടിവിയിലൊക്കെ നമ്മുടെ ഫ്ലാഷ് ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കൊലപാതകളായി നമ്മളെ കുറിച്ച്. ഈശ്വര, എല്ലാം നശിച്ചു. ഈ നശിച്ച കരാട്ടെ പഠിക്കാൻ പോണ്ടാന്ന് പ്രകാശേട്ടൻ 100 വട്ടം എന്നോട് പറഞ്ഞതാ. എന്നാലും ഞങ്ങൾക്ക് ഈ ഗീത വന്നല്ലോ എന്റെ ഈശ്വര. കോടതി കൊല്ലത്തേ ഉള്ളൂ. അല്ല, തിരുവനന്തപുരത്തും കോടതി ഉണ്ട്. അയ്യോ, അതല്ല. കോടതി നമ്മളെ തൂക്കിക്കൊല്ലും. അയ്യോ ഈശ്വര. എന്റെ പൊന്നിലേക്ക് തമ്മച്ചി, 1001 കാലത്ത് ഞാൻ പൊങ്കാലിട്ടേക്കാം. ഞങ്ങളെ ഒന്ന് കാത്തുരക്ഷിക്ക്. നമ്മളെ ഇവിടെ ഒളിച്ചു കഴിയുന്ന വിവരം വനിതാ ക്ലബ്ബ് സെക്രട്ടറി ആരോടെങ്കിലും പറയുവോ? ശരിയാ, ആണുങ്ങളെ പോലല്ല പെണ്ണുങ്ങള്. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. പറയില്ലെന്ന് വിശ്വസിക്കാം. എന്തായാലും നാളെ നേരം വെളുക്കട്ടെ. എന്ത് വേണമെന്ന് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. അയ്യോ അയ്യോ, എന്തോ കാൽപെരുമാറ്റം പോലെ. നോക്കട്ടെ. ഇല്ല, നിനക്ക് തോന്നുന്നതാ. എനിക്ക് വയ്യ. മിക്കവാറും നമ്മളോട് കിടന്ന് പേടിച്ച് വിറച്ച് മരിക്കത്തേ ഉള്ളൂ. ഓരോന്ന് പറഞ്ഞ് എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ മായേ. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. ഞാനാണ് മായയെ ഒളിപ്പിച്ചു വെച്ചെന്ന് ഈ കോളനിക്കാർ കരുതാൻ സാധ്യതയുണ്ട്. പക്ഷെ മായ എവിടെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഹലോ, അന്നമ്മച്ചടത്തൊരു വീടല്ലേ? മായ എവിടെ എങ്ങനെ വന്നോ? ഇല്ലേ? പോലീസ് തിരക്കുന്നുണ്ട്. ഇല്ല, എനിക്കും അറിയാൻ വയ്യ. ഹലോ റസി ചേച്ചി, ഇത് ഞാനാ, അശോകൻ. മായയുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ വീട്ടിലൊന്ന് വിളിച്ചു ചോദിക്കേ. എല്ലാരോടും വിളിച്ചു ചോദിച്ചു. അവരുടെ ഒന്നും വീട്ടിലെത്തിയിട്ടില്ല. ഇല്ല, ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. അശോകൻ വിഷമിക്കണ്ട. രണ്ടുപേരും കൂടി കേസിന്റെ ബഹളമൊക്കെ കെട്ടടങ്ങുമ്പോ വരും. ശരി ചേച്ചി. ഹലോ പ്രകാശ് സാർ, ഇത് ഞാനാ, അശോകൻ. ഏതാ അശോകൻ? മായയുടെ ആ സ്ത്രീ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയില്ല. സംഭവം കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു. പക്ഷെ എന്നെ കണ്ടതും കേസിന്റെ കാര്യത്തിൽ ഭാര്യ, അമ്മ, പെങ്ങന്മാരതൊന്നും എനിക്കില്ല. എല്ലാത്തിനെയും ഞാൻ 24 മണിക്കൂറിനകം പൊക്കിയിരിക്കും. എനിക്ക് വലുത് സത്യവും നീതിയുമാണ്. മനസ്സിലായടാ? മനസ്സിലായി. മായ ഒളിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ആരും അറിയാതിരുന്നാൽ മതിയായിരുന്നു.
സുമേ, ഞാൻ മിക്കവാറും പേടിച്ച് മരിക്കൂട്ടോ. ദേ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? നമുക്ക് പോലീസിന് കീഴടങ്ങാം. പോലീസ്? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരു മുൻകൂർ ജാമ്യം എടുക്കാം. സുമി, ഒരു കാര്യം ചെയ്, സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്. അയ്യോ, എനിക്ക് വിളിക്കണമെന്നുണ്ട്, പക്ഷെ ധൈര്യം പോരാ. ഈ കരാട്ട പഠിച്ച മനക്കരുത്തുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാ. മനുഷ്യ പറ്റിക്കാനായിട്ട് ഓരോന്ന്. ദേ, നാളെ ഏതായാലും നമുക്ക് പോലീസിന് കീഴടങ്ങാം. പക്ഷേ അതിനു മുമ്പ് എല്ലാവർക്കും മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതി വെക്കാം. ഏ പത്രം സംഘടിപ്പിക്കണം. വാർത്ത വന്നു കാണും. എന്തായാലും ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ദേ, നമുക്ക് പോലീസിന് കീഴടങ്ങാം. നമ്മളെ തൂക്കിക്കൊല്ലുമല്ലേ? ദേ, മായ നോക്ക്. ദേ, നീ ഇങ്ങനെ കരഞ്ഞ് എന്നെ കൂടെ സങ്കടപ്പെടുത്താതെ. നമ്മളെങ്ങനെ സ്റ്റേഷൻ വരെ പോവാ? ആളുകളെ കണ്ടാല് കാണട്ടെ. എന്തായാലും നമ്മളെല്ലാം ഫേസ് ചെയ്തേ പറ്റൂ. കൊലപാതകളായി പോയില്ലേ? ഇല്ല, എനിക്ക് കൈയും കാലും ഒക്കെ തളരുക. നീ തളരരുത്. നീ തളർന്ന പിന്നെയും ഞാൻ. വാ, നമുക്ക് പോകാം. വാ. അങ്ങോട്ട് പോകാം. ചേച്ചി, രണ്ടുപേരും കൂടെ എന്നെ കാണാതിരിക്കാൻ തലയും കുടിച്ച് പോവല്ലേ? നിങ്ങളെ കണ്ട് ഒരു താങ്ക്സ് പറയണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. നീ മരിച്ചിട്ടില്ലേ? അപ്പോ ഇല്ല. ശരിക്കും നീ മരിച്ചില്ലേ? ഇല്ലെന്നേ, എന്റെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് സത്യം. ഞാൻ മരിച്ചിട്ടില്ല. അന്ന് ആ സ്ത്രീയുടെ സാരി ഒന്ന് മാറിപ്പോതിന് എന്നെ ഇനി പറയാനൊന്നുമില്ല. അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ ചേച്ചിമാര് പ്രത്യക്ഷപ്പെട്ടതും എന്റെ നേരെ കൈ ഓങ്ങിയതും. അത് തന്നെ അവസരമെന്ന് ഞാനും അങ്ങ് കരുതി. നിന്ന നിപ്പിൽ ഒറ്റ മറിച്ചിൽ, ശ്വാസം പിടിച്ച് ഒറ്റ കിടത്ത. കണ്ണു തുറന്നു നോക്കിയപ്പം ചേച്ചിമാരുൾപ്പെടെ ഒരൊറ്റ ഒരെണ്ണത്തിനെ കാണാനില്ല. അപ്പോ നീ ചത്തെന്ന് പറഞ്ഞു വരുന്നത് ചുമ്മാതാണല്ലേ? പിന്നല്ലാതെ, അതൊക്കെ എന്റെ ഒരു ചെറിയ നമ്പർ അല്ലേ. എന്നാലേ ഇനി ഈ നമ്പർ നീ ആരോടും കാണിക്കല്ലേ. ചേച്ചി നോക്ക്, സ്വന്തം വീട്ടിൽ കയറാൻ ചേച്ചി എന്തിനാ ഇങ്ങനെ മടിച്ചിരിക്കുന്നേ? ചേച്ചി വാ. അയ്യോ പ്രകാശ് ചേട്ടൻ.
അതൊന്നും കുഴപ്പമില്ല. ചേച്ചിയെ കാണാതെ സാറ് വിഷമിച്ചിരിക്കായിരിക്കും. ചേച്ചി ചെല്ല് ചെല്ല് ചെല്ല്. ആ. അശോകേട്ടാ, എന്നോട് ക്ഷമിക്ക്. പ്രകാശ് ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. എന്തായത്? അതിന് ക്ഷമ ചോദിക്കാനുള്ള തെറ്റൊന്നും സുമ ചെയ്തില്ലല്ലോ. എനിക്കറിയാം, എന്നെ കളിയാക്കല്ലേ. അല്ല, സത്യമായിട്ടും അല്ല. എനിക്കറിയാമായിരുന്നു ഇതിന്റെ പര്യവസാനം ഏതാണ്ട് ഈ മട്ടിലൊക്കെ തന്നെ ആയിരിക്കുമെന്ന്. കാരണം ദുർവാശി ഒരിടത്തും ജയിച്ചിട്ടില്ല. എന്നാലും എന്നെ കാണാതിരുന്നപ്പോ എനിക്ക് വിഷമമുണ്ട് മായെ. ഏത് വിദ്യ അഭ്യസിച്ചാലും അത് ആവശ്യാനുസരണം ഉപയോഗിക്കേണ്ട വിവേക ബുദ്ധിയാണ് ആദ്യം കാണിക്കേണ്ടത്. സ്ത്രീയുടെ കരുത്തെന്ന് പറയുന്നതും അത് തന്നെയാണ്. എന്നാലും എന്നെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. അന്വേഷിച്ചില്ലെന്നാണ്? ആദ്യം ഒന്ന് അന്വേഷിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു നിങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. കാരണം അടിസ്ഥാനപരമായി സ്ത്രീകളൊക്കെ സാധുക്കളാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകൾ. വീടും ഭർത്താവും മക്കളും ഒക്കെ ചേരുമ്പോഴേ അവർക്ക് ശക്തി ഉണ്ടാവൂ. കരാട്ടെ വേഷവും കിയോ വിളിയും ചാട്ടവും ബഹളവും ഒക്കെ തൽക്കാലത്തെ ആവേശങ്ങൾ മാത്രം. അത് പെട്ടെന്ന് വന്ന് ഷൂന്നങ്ങ് തീരും. പ്രകാശ് ചേട്ടൻ പറയുന്നത് നേരാ. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയാ പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മുടെ ബലമല്ല, നമുക്കൊപ്പം നിൽക്കുന്നവരുടെ ബലവാ നമുക്ക് ധൈര്യം നൽകുന്നത്. എന്തായാലും കരാട്ടെ കൊണ്ടൊരു ഗുണമുണ്ടായി. ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. തിരിച്ചറിഞ്ഞു. ഒന്നിലും അഹങ്കരിക്കരുതെന്നുള്ള പാഠം ഞാൻ പഠിച്ചു. ഇതാ ചേട്ടാ പൈസ. ഓക്കെ. ആ ചേട്ടാ ഒരു സെക്കൻഡേ. എന്തു വേണം? ഈ ജവഹർ കോളനി. അതെ, ആരെ കാണാനാ വന്നത്? ജോക്കി. ജോക്കി? അങ്ങനെ ഒരാളില്ലല്ലോ ഇവിടെ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാകണം, ഇവിടെ ഉണ്ടായേ പറ്റില്ല ചക്കരെ. ടാറ്റാ. പാവം ചേട്ടൻ. ചേട്ടാ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി. എന്താ പാട്ട്? ആ പാട്ട്. ഏത് പാട്ട്? എവിടെ നിന്ന് വന്നടാ? അപ്പൊ വേറെ ചേട്ടനായിരിക്കും.
നോക്കിയേ. ഈ ആളെ അറിയോ? എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, എനിക്കറിയില്ല. ഇതാണോ? കണ്ടിട്ട് ഇവളൊരു പകൽക്കള്ളിയാണെന്നാണ് തോന്നണത്. അവിടെ ഉണ്ട്. ചേച്ചി, അയ്യോ. ആരുമില്ല. അയ്യോ, ഇതെവിടെ പോയി കിടക്കുവാ? എവിടാണെങ്കിലും ഈ ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ. ഈ ആളെ അറിയോ? അത് ശരി, അപ്പൊ അന്വേഷണാത്മക പത്രപ്രവർത്തകയാണല്ലേ? എവിടെ നോക്കട്ടെ. അയ്യോ, ഒരു ഉമ്പിടി പയ്യൻ. ഈ കോളനിയിൽ പിള്ളേര് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ മുഖച്ചായയില് അയ്യോ, ഇത് കുഞ്ഞല്ല. കുഞ്ഞല്ലേ? ഇത് 26 വർഷം മുമ്പുള്ള ഫോട്ടോയാ. അയ്യോ, മനസ്സിലായില്ല. എന്റെ സ്കൂളില് പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടിയാ. അന്ന് ഈ കുട്ടി ഒരു പാട്ട് പാടി. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ടെഴുതാൻ അറിയില്ല, തിരിയാത്ത ഇതാണോ പാട്ട്? അല്ല, ആ കുട്ടി പാടിയത് പക്ഷെ ഇങ്ങനെയല്ല. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. അന്ന് എന്റെ മനസ്സിൽ കയറിയതാ പാട്ട്. അതോടാ കുട്ടി അടുത്ത വർഷം തന്നെ ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോയി. പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് പോയില്ല. നാരായണ, അതാരാ മോളിൽ വിളിച്ചത്? ആ രൂപവും മനസ്സിലിട്ട് ഞാൻ നടക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് ജോലി കിട്ടി, സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ ഞാൻ ആ കുട്ടിയെ അന്വേഷിച്ചിറങ്ങിയതാ. എനിക്ക് കാണണം, കണ്ടുപിടിക്കണം. അയ്യോ, അതെ. അയ്യോ, ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളിനെ കണ്ടുപിടിക്കാൻ പറ്റൂല. ഞാൻ പാടിത്തരാം. അയ്യേ, ഈ പാട്ടല്ല. ഞാൻ പാടിയ പാട്ടേ ഈ കുട്ടി 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്നോട് പാടിയ പാട്ടാ. അടുത്താണ്. അപ്പൊ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ ഉള്ള ഫോട്ടോയുമായിട്ടാണ് ഇപ്പൊ മിനിമം 35 വയസ്സെങ്കിലും ആയിട്ടുള്ള ആളെ തിരക്കി ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? ഞാൻ കണ്ടുപിടിക്കും. ഈ ഫോട്ടോ ഒരു ക്ലൂ ആയിട്ട് വെച്ച്. ഗ്ലൂ അല്ല, ഗ്ലൂ. അപ്പൊ 3ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം അങ്ങ് നിർത്തിയല്ലേ? ക്ലൂ വെച്ച് ഞാൻ കണ്ടുപിടിക്കും. ശരി. കാരണം എന്റെ ഹൃദയമാകുന്ന സാദ്വല സ്വപ്നഭൂമിയിൽ ഊഷരമായൊരു സ്വപ്നം പോലെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ പറഞ്ഞ ഊഷര ഭൂമിന്ന് എനിക്ക് അറിഞ്ഞൂടാ. സഹോദരി, സാഹിത്യം പറയല്ലേ. നോക്കണം, ഈ LKGയിലെ ഫോട്ടോയും കൊണ്ട് നടന്നാലൊന്നും സാദ്വല ഭൂമിയിലെ ഊഷര സ്വപ്നമൊന്നും നടക്കൂല. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാലമാണ്. ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ച് കഴിഞ്ഞ്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി, അവര് മോർഫ് ചെയ്യും. എന്ത് ചെയ്യും? മോർഫ് എന്ന് വെച്ചാ
അന്നത്തെ ഈ രൂപത്തിന് ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ആളിന്ന് ഏകദേശം ഏത് രൂപത്തിലായിരിക്കുമെന്നും കമ്പ്യൂട്ടർ പറഞ്ഞു തരും. അയ്യോ സത്യം. കള്ളം. ഓ, ഞാൻ ഒന്നും പറയുന്നില്ല. മോർഫിയ നിന്റെ കയ്യിൽ കാശുണ്ടോ? ആ, എങ്കിൽ നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ പറക്കിക്കോ. അയ്യോ ഇതിന് നല്ല വെയിറ്റ് അല്ലേ? ഇത് ഞാൻ എടുത്തോളാം. അതല്ലേ ചേട്ടൻ എടുത്തോ. ആഹാ, പഴയെല്ലാം കൂടെ വാരി തിന്നുകളയല്ലേ. എന്തൊരു സെറ്റപ്പ്. കൊട, ബാഗ്. അയ്യോ, ഇത്രേ ഉള്ളോ? എന്തെങ്കിലും കൂടെ കൊണ്ടുവരാത്തത്? അതിനകത്ത് പ്രകാശ് കുമാർ സാറിന് വെള്ളം കാച്ചാനുള്ള വ്യാപാരം എടുപ്പുണ്ട്. അതെടുത്ത് മിനിങ്ങിക്കളയല്ലേ. ഞാൻ എടുത്തോളാം. അയ്യോ, 2 പഴം കൂടെ അങ്ങ് തിന്നാത്തത് വേണ്ടായിരുന്നാ? വാ വാ വാ. ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കിയോണേ സാധനങ്ങളൊക്കെ ഉണ്ടാന്ന്. അയ്യോ, ഈ കമ്പ്യൂട്ടർ എന്ന് വെച്ചാലേ ഭയങ്കര സാധനമാണ്. കമ്പ്യൂട്ടറിന് സ്വിച്ച് ഇട്ടിട്ട് ചൊവ്വ പോണോന്ന് വിചാരിച്ചാ മതി, നമ്മൾ നേരെ ചൊവ്വയിലെത്തും. എന്താടോ ഉണ്ടായിരിക്കും. അല്ല, ഒരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഉണ്ടായിരിക്കാൻ പറഞ്ഞില്ലേ. സത്യം പറഞ്ഞ എനിക്കിതൊക്കെ കാണുമ്പോ പേടിയാവുകയാണ് ചെയ്യണത്. പിന്നെ ശാസ്ത്രത്തിന്റെ ഓരോ ലീലാവിലാസങ്ങളെ. ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ നിങ്ങള്? അല്ല, കമ്പ്യൂട്ടറിനൊന്ന് സന്തോഷം ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കമ്പ്യൂട്ടറിനൊന്ന് വെളിയിലുള്ള സന്തോഷം എടുക്കുന്നില്ല, കമ്പ്യൂട്ടറിലുള്ള സന്തോഷം മതി. മനസ്സിലായില്ലേ? തങ്കപ്പൻ, തങ്കു. ചങ്കു, അതന്നെ. ഈ ആളിനെ ചേട്ടൻ അറിയോ? അല്ല, ഇത് തന്നെയാണോ? ഇത് തന്നെ അറിയോ?